ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. താരസംഘടന അമ്പയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താൻ എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സിദ്ദിഖിന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഡൽഹിയിലെത്തി. കേസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ SIT അംഗമായ മെറിൻ ജോസഫ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിക്ക് കൈമാറി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സിദ്ദിഖ് കീഴടങ്ങിയേക്കും. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ടീം കൊച്ചിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ജാമ്യം തള്ളിയാൽ കീഴടങ്ങാൻ അവസരം നൽകേണ്ട എന്നാണ് തീരുമാനം. നേരിട്ട് അറസ്റ്റിലേക്ക് കടക്കാൻ പ്രത്യേക സംഘത്തിന് നിർദ്ദേശം ലഭിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്, നിതിൻ അംബുജനും ഡൽഹിയിൽ നിന്ന് ചേരുന്നു, വിനീത വിജിയുമുണ്ട്, S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഈ കേസ് എപ്പോഴാണ് കോടതി പരിഗണിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ന് 62ാമത്തെ ഐറ്റമായാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ബേല M ത്രിവേദി, ഒപ്പം തന്നെ സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സാധാരണ നിലയിൽ ഉച്ചയൂണിന് ശേഷമായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ഓരോ കേസിനും എടുക്കുന്ന സമയക്രമവും സാധാരണ നിലയിൽ 60, 62 എന്നീ നമ്പറുകളായി ലിസ്റ്റ് ചെയ്യുന്ന കേസുകൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രമായിരിക്കും എത്തുക പതിവുള്ളത്. എന്നാൽ ഈ കേസിൽ മുതിർന്ന അഭിഭാഷകരുടെ മുകുൾ റോത്തഗി അടക്കമുള്ളവർ ഹാജരാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ നേരത്തെ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പായി ഈ SIT സംഘത്തിലെ അംഗമായ മെറിൻ ജോസഫ്, ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കർ എന്നിവർ സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സിദ്ദിഖിന്റെ മകൻ ഷെയ്ൻ സിദ്ദിഖും അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ഓഫീസിലെ മറ്റ് അഭിഭാഷകർ, ഒപ്പം തന്നെ രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകർ എന്നിവരടങ്ങുന്ന സംഘവും സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ ഈ സുപ്രീം കോടതിയിൽ വെച്ച് നടക്കും. ഉച്ചയോടെ മാത്രമായിരിക്കും കേസ് പരിഗണിക്കുക എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഈ സുപ്രീം കോടതിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ 2 വിഭാഗവും അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് വൃന്ദ ഗ്രോവറാണ്. ഈ പ്രധാനമായും ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് സിദ്ദിഖിന്റെ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി ഉന്നയിച്ചിരിക്കുന്ന വാദം എന്നുള്ളത്, ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇത്തരത്തിലുണ്ടായ ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് 2 സംഘടനകൾ, അമ്മ ഒപ്പം തന്നെ WCC എന്നീ 2 സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിൽ ഇരയാകുകയായിരുന്നു താൻ എന്നുള്ളതാണ് സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നത്. മതിയായ അന്വേഷണം പോലും ഇല്ലാതെയാണ് തനിക്കെതിരായ ഈ നടപടികളിലേക്ക് കടന്നത് എന്ന കാര്യവും സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ കേസ് പരാതി നൽകാനെടുത്ത കാലതാമസം ഉൾപ്പെടെയുള്ളവ തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഉതകുന്ന സാഹചര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇതിനെ ശക്തമായി എതിർക്കാൻ ഉള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ഈ അന്വേഷണ പുരോഗതി അടക്കമുള്ള വിഷയങ്ങൾ, സിദ്ദിഖിനെതിരെ ലഭിച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കും. ഒപ്പം തന്നെ ഈ കേസിൽ അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവറും ഇക്കാര്യങ്ങൾ സർക്കാർ ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും സിദ്ദിഖിനെ ഇതുവരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നീ കാര്യങ്ങൾ അടക്കം സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വേണു. ശരി, വിനീത വിജയൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇന്നലെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് SP അവിടെ എത്തിയിട്ടുണ്ട്. അഭിഭാഷകരുമായി എന്തൊക്കെ ആലോചനകളും കാര്യങ്ങളും പങ്കുവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഈ SIT ടീമിലെ മെറിൻ ജോസഫാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സിദ്ദിഖിന്റെ കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ തന്നെ അഭിഭാഷകരുമായി മെറിൻ ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളും അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയെ അറിയിക്കും. ഈ സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി സിദ്ദിഖിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഈ അന്വേഷണ
ഉദ്യോഗസ്ഥ മെറിൻ അഭിഭാഷകർക്ക് കൈമാറിയിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയെ അറിയിക്കാൻ തന്നെയാണ് അഭിഭാഷകരുടെയും നീക്കം. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തിന് മേൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അടക്കമുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ആ ഘട്ടത്തിൽ അന്വേഷണ സംഘം ഏതൊക്കെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി ഈ സിദ്ദിഖിനായി തെരച്ചിൽ നടത്തിയതും ഒപ്പം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളുണ്ട്. ഈ കാര്യങ്ങളും മെറിൻ ജോസഫ് അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ ഇന്ന് കോടതിയിൽ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാർ തലങ്ങളിലോ ഏതെങ്കിലും തരത്തിലൊരു ആരോപണമോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമോ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കം തന്നെയാണെന്ന് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന്റെ പുരോഗതി ഉൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് അഭിഭാഷകർക്ക് നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ അഭിഭാഷകർ മുഖേന അറിയിക്കുകയും ചെയ്യും. വേണം. ശരി, എസ് ശ്രീകാന്തും കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് SIT പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇന്നലെ SITയുടെ പ്രത്യേക സംഘം അവർ കൊച്ചിയിലെത്തി ഈ സിദ്ദിഖിന്റെ മകന്റെ 2 സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് പുലർച്ചെയാണ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരെ ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും വിട്ടയച്ചു. പക്ഷേ ഇതുവരെയും സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് SIT പറയുന്നത്. പക്ഷേ അത് അത്ര കണ്ട് വിശ്വസിക്കേണ്ടതില്ല. കാരണം ഈ സുപ്രീം കോടതിയിലെ ഉത്തരവ് വരും വരെ കാത്തിരിക്കാൻ SITക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ അയാളുടെ മുൻകൂർ ജാമ്യം തള്ളിയാൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘം തമ്പടിച്ചിട്ടുണ്ട്. അവർ ഈ ജാമ്യാപേക്ഷ തള്ളുന്ന മുറയ്ക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് ഉറപ്പിക്കാനാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. നടപടികൾക്കായി തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക സംഘം കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് കൊച്ചി സിറ്റി പോലീസ് വേണ്ട സഹായങ്ങൾ, കൂടുതൽ പോലീസിനെ അടക്കം വിട്ടു നൽകി വേണ്ട സഹായങ്ങളും നൽകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ജാമ്യാപേക്ഷ ഏറ്റവും പ്രസക്തമാകുന്നത്. ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും എന്ന് കരുതുന്നു. ആ ഘട്ടത്തിൽ വിധി മറിച്ചായാൽ സിദ്ദിഖിനെ കീഴടങ്ങാൻ അനുവദിക്കരുത്, അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നാണ് നിലവിലിപ്പോൾ SITക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ശരി, ശ്രീകാന്തും വിനീതയും ബൽറാമുമാണ് വിവരങ്ങളുമായി ചേർന്നത്.